ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. നമ്മളിപ്പോൾ കുക്കിംഗ് ബ്ലോഗ്സ് ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അതുകൊണ്ട് ഞാനിന്നൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റണ്ണർ ബീൻസ് തോരനാണ്. ഇതാണ് റണ്ണർ ബീൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മലയാളം വേർഡ് എനിക്ക് എന്താണെന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഇച്ചിരി നീണ്ട ഒരു ബീൻസാണ്. അപ്പോൾ ഇത് ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1-2 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു നുള്ള് ജീരകം, നമ്മുടെ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയുന്നത്, ആ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് ആവശ്യത്തിന് കറിവേപ്പില എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കടുകാണ്. പിന്നെ ആവശ്യത്തിന് എണ്ണ, അതുപോലെ ഉപ്പ്, പിന്നെ ഒരല്പം വെള്ളം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ റണ്ണർ ബീൻസ് തോരൻ തയ്യാറാക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ ഈ റണ്ണർ ബീൻസ് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങ നല്ല ജീരകവും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി സവാളയിലേക്ക് ചേർത്ത് നമുക്കിതൊന്ന് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അടക്കം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ റണ്ണർ ബീൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തുള്ളി വെള്ളം ഇതിലേക്കൊന്ന് തളിച്ചു കൊടുക്കാം. അടിക്കൊന്നും പിടിക്കാതെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടവും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റണ്ണർ ബീൻസ് കൊണ്ടുള്ള ഈ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബീൻസ് കൊണ്ടും ഏത് പയറും കൊണ്ടും നമുക്ക് ഇതുപോലെ തോരനാക്കി എടുക്കാം. അപ്പോൾ പയറോ അതുപോലെ ബീൻസൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.